എറണാകുളം കോതമംഗലം അടിവാട് ടൗണിൽ മോഷ്ടാക്കളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് വ്യാപാരികൾ. ടൗണിലെ കടകളിലും സമീപത്തെ ക്ഷേത്രത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷ്ടാക്കളെത്തി. മോഷണം പതിവായതോടെ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കോതമംഗലം അടിവാട് ടൗണിലെ പല കടകളിലും സമീപത്തെ പല്ലാരിമംഗലം ശിവക്ഷേത്രത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം നടന്നിരുന്നു. ക്ഷേത്രത്തിലെ CCTV തകർത്താണ് മോഷണം നടത്തിയത്. ഇതോടൊപ്പം ടൗണിലെ റാസി മൊബൈൽ കടയിലും മോഷണ ശ്രമം നടന്നു. ഷട്ടറിന്റെ പൂട്ട് പൊളിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെയാണ് മോഷണം നടക്കാതെ പോയത്. മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. തുടർച്ചയായുള്ള മോഷണങ്ങൾ കച്ചവടക്കാരെ ആശങ്കയിലാക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ എൻ്റെ കടയുടെ പിൻഭാഗത്തുള്ള ഷട്ടർ പൊളിക്കാനുള്ള ഒരു മോഷണ ശ്രമം നടന്നു. ശക്തമായ പൂട്ടുള്ളത് കൊണ്ട് അത് പൊളിക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്നാലും അടിവാട് പല കടകളിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള അമ്പലത്തിലൊക്കെ ആയിട്ട് ഈ അടുത്തിടയിലായിട്ട് ഒരുപാട് മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിലുള്ള വ്യാപാരികൾ വളരെ ആശങ്കയിലും പേടിയിലുമാണ്. പോലീസ് നൈറ്റ് പെട്രോളിംഗ് കർശനമാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കച്ചവടക്കാരെ സംബന്ധിച്ച് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്താണ് ഇതുപോലുള്ള മോഷണ മോഷണവും നടന്നുകൊണ്ടിരിക്കുന്നത്. മോഷണശ്രമവും പെരുകി വരികയാണ്. അതുപോലെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം അടിപാട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. ഇതിന് പല പ്രാവശ്യം ഞങ്ങൾ അധികൃതരുമായി ബന്ധപ്പെട്ടും പരാതി കൊടുത്തിട്ടും നാളെ ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇനി മുതൽ അടിപാട് ഒരു പെട്രോൾ വെച്ചുകൊണ്ട് ഇതിനൊരു നടപടി സ്വീകരിക്കണം എന്നാണ് വ്യാപാരികൾക്ക് പറയാനുള്ളത്. വ്യാപാരികൾ ഏറെ പ്രതിസന്ധികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ അടിക്കടി ഉണ്ടാകുന്ന മോഷണങ്ങളും മോഷണ ശ്രമങ്ങളും വ്യാപാരികളെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് മലയാളം, കൊച്ചി.